നേരത്തിന് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഒരു പറ ചോറും വേണം. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ പോക്കാ. പിന്നെ പിറ്റത്തെ നേരത്തിനെ കയറി വരുള്ളൂ. ഒരു ഉപകാരവും ഇല്ല വീട്ടിലേക്ക്. ബാക്കിയുള്ളവർ പണിക്ക് പോയിട്ട് വന്നിട്ട് ഉള്ള കാശ് കൊണ്ട് അരിയും ഇതൊക്കെ മേടിച്ചിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് മാത്രം വയ്യാത്ത വെച്ചിട്ട് എന്തായാലും പറയാൻ പറ്റുമോ? അത് പിന്നെ ആൾക്കാർക്ക് ഇനി അതൊരു കുറ്റാവും. ചേട്ടാ ഒരു ജോലി ചെയ്യോ? ജോലി തരാൻ വേണ്ടിട്ട് ചേട്ടാ നമ്മുടെ ജോലിക്കുള്ളതൊന്നും ഇല്ല. മറ്റേ മുകളിലെ പണി കണ്ടടക്കുക. എങ്ങനെ ചേട്ടൻ്റെ ഈ അവസ്ഥയിലും പണി തരിക? എന്താ ചേട്ടാ ജോലി? ജോലി ഒന്നുമില്ല. എന്താ സജിയെ? ചെറിയ ജോലി പോലെ കുഞ്ഞിക്ക. സജി ഞാൻ വണ്ടി ഒതുക്കി നിർത്തട്ടാ. നിക്ക് സജിയെ. എന്തുപറ്റി? എന്താ സജിയെ? ജോലി വേണം കുഞ്ഞിക്ക. എന്താ പണക്ക് കാര്യം വന്നപ്പോ എന്തായി? എന്തേലും ജോലി ചെമ്മർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഇപ്പൊ. നമുക്ക് എന്തേലും ജോലി. എന്ത് ജോലി പനക്ക് ചെയ്യാൻ പറ്റുള്ള ജോലി? ഏച്ചാനൊന്നും പറ്റില്ല. എന്തേലും ഒരു ജോലി കുഞ്ഞിക്കൊക്കെ വായിച്ചായിരുന്നു. എന്തെങ്കിലും ചെയ്യാട്ടോ. നമുക്ക് വിഷമിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ നമ്മുടെ ഒരാളുണ്ട്, ആൾക്കും വിളിച്ചോട്ടെ കേട്ടോ. ഹലോ, എവിടുന്ന്? വീട്ടിലുണ്ടാ? കടയിലാണോ? നമ്മളെ ഒരാളുണ്ട്. ആൾക്ക് ഒരു ജോലി നമുക്ക് അവിടെ സെറ്റാക്കി വെക്കണം. വയ്യാത്ത ഒരാളാണ്. നീ ഒന്നും കൂടെ പറയൊന്നും വേണ്ട. ആൾക്ക് ചെറിയ ജോലി കൊടുക്കണം. ഞാൻ പറഞ്ഞയക്കാം. അപ്പൊ നീ എന്ത് പറ്റിയ ജോലി കൊടുക്കണം. ഞാൻ നാളാണ്ട് പറഞ്ഞയക്കാം ആളെ. ഞാൻ എന്നിട്ട് നാളെ രാവിലെ 10 മണിയാകുമ്പോൾ അത് വരണ്ടേ കേട്ടോ. ഓക്കെ, നിങ്ങൾ തിരിച്ചൊന്നും പറയണ്ട. അത് സെറ്റാക്കി കൊടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഓക്കെ സജി, പൈസ ഒന്നും വേണ? പൈസ ഒന്നും വേണ്ട. അപ്പൊ നീ വീട്ടിലേക്ക് പോയിക്കോട്ടാ. പിന്നെ മങ്ങാടേ ആ തറവാട് ഹോട്ടലുണ്ട്. അറിയണവരാരെയും കൂട്ടിയിട്ടാണ് ചെല്ല്. ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ വരും. അപ്പൊ അവിടെ നിനക്ക് പറ്റിയ ജോലി സെറ്റാക്കി തരും. ഓക്കെ, വിഷമിക്കണ്ട കേട്ടാ. വീട്ടിൽ പോയിക്കോട്ടാ. വീട്ടാ. ജോലി ചെയ്യാനുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അവിടെ നോട്ടാ. ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. ശരി.